Good morning, dear children. Hope all are safe and fine. Today we are going to deal with the topic diagnostic assessment. Diagnostic assessment and achievement. Achievement അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടു മേജർ topics in this assessment. Moving to diagnosis, we all know that evaluation is a major component of educational process which helps the teachers and learners to improve the teaching and learning. But diagnosis എന്ന് പറയുമ്പോൾ from the name itself we can say that diagnostic assessment is used to diagnose the skill and weakness. അപ്പോൾ ഈ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞൊരു വേർഡ് നമ്മൾ കേൾക്കുന്ന എവിടെയായിരിക്കും? ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ പോയപ്പോൾ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു അല്ലേ, തലവേദനയായിട്ട് പോയിട്ട് ഡയഗ്നോസ് ചെയ്തു, മരുന്ന് എഴുതി എന്നൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തു. ഡയഗ്നോസിസ് നടത്തുന്നത് എന്തിനാണ്? എന്താണ് ഡെഫിഷ്യൻസി അല്ലെങ്കിൽ എന്ത് പ്രശ്നമാണോ ഉള്ളത് എന്ന് മനസ്സിലാക്കാനാണ് ഡോക്ടർ ഡയഗ്നോസിസ് നടത്തുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് ഈസ് യൂസ് ടു ഡയഗ്നോസ് സ്കിൽ ആൻഡ് വീക്ക്നെസ്സസ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് പ്രീ അസസ്മെൻ്റ് എന്നും പറയാം. ഓക്കെ, ഇമ്പോർട്ടൻസ് ഓഫ് ഡയഗ്നോസിസ് എന്ന് പറയുമ്പം ഇപ്പം a satisfactory level of diagnosis can be reached when the teacher has gained sufficient insight into the nature of child's problem. That is, ഇപ്പം നമ്മളൊരു ടോപ്പിക് എടുക്കാൻ പോവാണ്, അപ്പോൾ ഡയഗ്നോസ്റ്റിക് ഡയഗ്നോസ് ചെയ്യണമെന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എത്ര പ്രീവിയസ് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ ഏത് പാർട്ടിലാണ് ആ കുട്ടി വീക്ക് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിൻ്റെ ഫ്യൂച്ചർ ലേണിംഗ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ടീച്ചറിന് കറക്റ്റീവായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിപ്പിക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ദ ടീച്ചർ ഷുഡ് നോ വാട്ട് ഈസ് ദ പ്രീ റെക്വിസിറ്റ് ഓർ പ്രീവിയസ് നോളജ് ഓഫ് ദാറ്റ് സ്റ്റുഡൻറ്റ്, അല്ലെങ്കിൽ ഇൻ വിച്ച് പാർട്ട് ദ സ്റ്റുഡൻറ്റ് ഈസ് വീക്ക്. ഈ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റം ഉണ്ടെന്നും അതിൽ ഒരു മെയിൻ പാർട്ട് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണെന്നും ഡൈജസ്റ്റീവ് സിസ്റ്റം മെയിൻലി ഹെൽപ്സ് ഫോർ ഡൈജഷനും എന്നൊക്കെ ടീച്ചർ അറിഞ്ഞിരുന്നാലേ അയാൾക്ക് അത് അറിയാമോയെന്ന് കുട്ടികൾക്ക് അറിയാമോയെന്ന് ടീച്ചറിന് ചെക്ക് ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ ടീച്ചർ വെറുതെ മറ്റേ മൗത്ത് ഈസോഫേഗസ് എന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. Then second point is for attaining maximum effectiveness in teaching, diagnosis of the child's learning difficulty should be made as early as possible. അപ്പം മാക്സിമം ഇഫക്റ്റീവ്നെസ് വരാൻ ഡയഗ്നോസിസ് നടത്തണം. ഒരു ചൈൽഡിൻ്റെ എന്തെങ്കിലും ഒരു റിട്ടാർഡേഷൻ അല്ലെങ്കിൽ ആക്സിലറേറ്റഡ് അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചൈൽഡാണ് എന്നൊക്കെ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കറക്റ്റ് കപ്പാസിറ്റി മനസ്സിലാക്കാൻ കറക്റ്റ് ഡയഗ്നോസിസ് ഹെൽപ്പ് ചെയ്യും. അതിൽ തന്നെ നമുക്ക് ഇതെന്നൊക്കെ പറയുന്നത് സജസ്റ്റഡ് ഫൈൽ ഇതൊന്നും ആവശ്യമുള്ള അപ്പോൾ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ദീസ് ആർ മെനി ഡെഫിനിഷൻസ് ഗിവൺ ബൈ തോണ്ടൈക്ക് ആൻഡ് ഹേഗൻ. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഷുഡ് പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് പിക്ചർ ഓഫ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് എ പെർട്ടിക്കുലർ സ്റ്റുഡൻറ്റ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. ഒരു ഓവറോൾ പിന്നെ ഒരു സ്കോറിനെയും കാട്ടി എത്രത്തോളം ആ കുട്ടി വീക്കാണ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഒരു ഇതിൽ എത്രത്തോളം വീക്കാണെന്നുള്ളതാണ് പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൊണ്ട് നമ്മൾ പിന്നെ ഇവാലുവേറ്റ് ചെയ്യണത്. അതുപോലെ വാട്ട് ലെവൽ ഓഫ് സ്കിൽ ആൻഡ് നോളജ് ദ സ്റ്റുഡൻറ്റ് ഹാസ് ഓൾറെഡി അച്ചീവ്ഡ്, അതുപോലെ വാട്ട് സ്കിൽ ആൻഡ് നോളജ് ദ സ്റ്റുഡൻറ്റ് ക്യാൻ ബ്രിങ് വിത്ത് ദം ഇൻ ടു ദ കോഴ്സ്, ഇഫ് ഈസ് ദെയർ എനി ഗ്യാപ്പ് ഓർ വീക്ക്നെസ്സസ് that are apparent in the students' knowledge compared to others of a similar age and ability. ഇതെല്ലാം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നോക്കും. അപ്പോൾ ഇങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നിങ്ങൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. യൂഷ്വലി നമ്മൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പം ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുക. അതിൽ തന്നെ ഇംഗ്ലീഷ് ഓപ്ഷണൽ സ്റ്റുഡൻസ് ആണെങ്കിൽ ചെന്ന് കയറുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൊണ്ടാണ്. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തും. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്ത് ഏത് പാർട്ടിലാണ് കുട്ടി വീക്കെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ വീക്ക്നെസ് മാറ്റാൻ വേണ്ടി പുതിയ പുതിയ സ്ട്രാറ്റജീസൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ബാക്കി എല്ലാ ഓപ്ഷൻകാരും ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തും. 10 ലെസൺ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്.
Locate specific learning deficiency in the case of specific individuals at a specific stage of learning so that specific efforts could be made to overcome. എന്തിനാണ് നമ്മൾ ഈ ഡെഫിഷ്യൻസി കുട്ടിക്ക് ഉണ്ടോ എന്ന് അറിയണം. എന്തിനാണെന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ അത് തരണം ചെയ്യാൻ അല്ലെങ്കിൽ ആ ഡെഫിഷ്യൻസി മാറ്റിയെടുക്കാൻ ടീച്ചർ എന്ത് ചെയ്യണം. ടീച്ചർ ഒരു പർട്ടിക്കുലർ ടൈപ്പിലുള്ള ഒരു പുതിയൊരു ടീച്ചിങ് സ്ട്രാറ്റജി അഡാപ്റ്റ് ചെയ്യണോ എന്നൊക്കെ നോക്കുന്നതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡയഗ്നോസിസിൻ്റെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ടു ഡയറക്റ്റ് കരിക്കുലം എംഫസിസ് ബൈ ഫോക്കസിങ് അറ്റൻഷൻ ഓൺ ആസ് മെനി ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് എന്തുവാണെന്ന് ഫോക്കസ് ചെയ്യുന്നു. എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്നു. ഡിറ്റർമിനിങ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഇൻ ദ ഇൻസ്ട്രക്ഷണൽ പ്രോഗ്രാം ഓഫ് ദ സ്കൂൾ. പിന്നെ ഇന്നഡിക്വസീസ് എന്തെങ്കിലും ഉണ്ടോ, കരിക്കുലത്തിൽ എന്തെങ്കിലും ഇന്നഡിക്വസീസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ ഈ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് സഹായിക്കും. ടു പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഗൈഡൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ ലേണിംഗ് ഏരിയയിലുള്ള കുട്ടികളുടെ ഡെഫിഷ്യൻസി മനസ്സിലാക്കി കഴിഞ്ഞാൽ എവിടെയാണ് കുട്ടിയുടെ സ്പെഷ്യൽ ആപ്റ്റിറ്റ്യൂഡ്, എവിടെയാണ് അതിന് ഡിസബിലിറ്റി എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പിന്നെ അതിനനുസരിച്ചുള്ള അല്ലെങ്കിൽ കുട്ടികളുടെ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി വേരിയസ് ഫീൽഡിലുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഈ ഡയഗ്നോസിസ് വെച്ചിട്ട്. ടു സ്റ്റിമുലേറ്റ് ദ ലേണിംഗ് ആക്ടിവിറ്റീസ് ഓഫ് പീപ്പിൾസ് എനേബിളിംഗ് പീപ്പിൾ ടു തിങ്ക് ഓഫ് ദെയർ അച്ചീവ്മെൻറ്റ് ഇൻ ഒബ്ജക്റ്റീവ് ടേംസ്. പിന്നെ എനേബിളിംഗ് പീപ്പിൾ ടു കോമ്പീറ്റ് വിത്ത് ദെയർ പാസ്റ്റ് പെർഫോമൻസ് റെക്കോർഡ്. എന്ന് വെച്ചാൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നടത്തുമ്പോൾ കുട്ടികൾക്കും അറിയാൻ പറ്റും ഇൻ വിച്ച് ഏരിയ ദേ ആർ വീക്ക് എന്ന് അല്ലേ. അപ്പോൾ അവരുടെ റെക്കോർഡ് വെച്ച് കുട്ടികളുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. മെഷറിങ് അച്ചീവ്മെൻറ്റ് ഒബ്ജക്റ്റീവ്ലി അക്സെപ്റ്റഡ് എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ്സ് വെച്ച്, അല്ലെങ്കിൽ സബ്ജക്റ്റ് അപ്രൈസൽ നടത്തിയിട്ടല്ല, സബ്ജക്റ്റ് എത്രത്തോളം കുട്ടികൾക്ക് അറിയാം എന്നല്ല നോക്കണം, ഹൗ മച്ച് ദ സ്റ്റുഡൻറ്റ് ഹാസ് നോട്ട് അച്ചീവ്ഡ് എന്നാണ് സാധാരണ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നോക്കുന്നത്. ടു ഡയറക്റ്റ് ആൻഡ് മോട്ടിവേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സൂപ്പർവൈസറി എഫേർട്സ്. അപ്പം എവിടെയാണ് സൂപ്പർവൈസറി എയ്ഡ്സ് ആവശ്യം എന്ന് ടീച്ചേഴ്സിന് മനസ്സിലാക്കാനും അഫോർഡിങ് ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സൂപ്പർവൈസറി സ്റ്റാഫ് ആൻഡ് ഓവറോൾ മെഷർ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ സ്കൂളിൽ തന്നെ. ഇപ്പോൾ മൊത്തത്തിലൊരു സ്കൂളിലെ കുട്ടികളുടെ എല്ലാവർക്കും ഭയങ്കര പുവർ റിസൾട്ട് ആണെങ്കിൽ മൊത്തത്തിലൊരു ഡയഗ്നോസിസ് നടത്തി കഴിയുമ്പം അഡ്മിനിസ്ട്രേഷനിൽ തന്നെ ഗ്രേറ്റ് ചേഞ്ചസ് വരുത്താനും നമ്മുടെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൊണ്ട് പറ്റും. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സ്പെസിഫിക് സ്കില്ല് മാത്രമാണ് ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ നോക്കുന്നത്. ഇറ്റ് ഡസ് നോട്ട് ഈച്ച് റെപ്രസെൻറ്റിംഗ് പെർഫോമൻസിൻ്റെ സ്പെസിഫിക് സ്കിൽ എന്ന് പറയുമ്പം യൂഷ്വലി ഒരു നോളജിലോ അല്ലെങ്കിൽ ഇപ്പം ഡ്രോയിങ് എബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പാർട്ട് ഓഫ് എ ലീഫ് കറക്റ്റായിട്ട് കുട്ടിക്ക് അടയാളപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു സ്പെസിഫിക് സ്കിൽ എടുത്തിട്ടാണ് ഡയഗ്നോസിസ് യൂഷ്വലി നടത്തുന്നത്. എന്നിട്ട് റിലയബിലിറ്റി, കോറിലേഷൻ അതൊന്നും നിങ്ങൾ പറയണ്ട. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാനുള്ളത്. ഇത് വേറൊരു കുക്കിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ എഫക്റ്റീവ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഈസ് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ടെസ്റ്റ്. സ്പെസിഫിക് ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് മെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഇൻ വിച്ച് ഏരിയ ദ സ്റ്റുഡൻറ്റ് ഈസ് വീക്ക്, ഹൗ മച്ച് അല്ലെങ്കിൽ ഹൗ ഫാർ ദ സ്റ്റുഡൻറ്റ് ഹാസ് നോട്ട് അച്ചീവ്ഡ് എന്നുള്ളതാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഉദ്ദേശിക്കുന്നത്. പ്രിപ്പയർഡ് ബൈ എക്സ്പേർട്സ് എന്ന് പറയുമ്പം ആ ടോപ്പിക്കിനെ കുറിച്ച് നല്ല ഒരു സബ്ജക്റ്റ് കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഷുഡ് ബി ആൻ ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് കരിക്കുലം, എംഫസൈസിങ് ആൻഡ് ക്ലാരിഫൈങ് ഇമ്പോർട്ടൻറ്റ് ഒബ്ജക്റ്റീവ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കരിക്കുലത്തിൻ്റെ തന്നെ പാർട്ടാക്കണം. അതുപോലെ എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ഓഫ് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് എന്തോ ആണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. It should reveal the mental processes of the learner sufficiently to detect point of error. It should suggest or provide specific remedial procedure. Very important. ഡയഗ്നോസിസിൻ്റെ മെയിൻ ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് റെമഡിയൽ ടീച്ചിങ് ഓർ റെമഡിയൽ പ്രൊസീജിയർ. ഇപ്പോൾ ഒരു പഠിപ്പിക്കുന്ന ഭാഗം ഇപ്പോൾ ഒരു 10 ക്ലാസ് എടുത്തു, അത് കഴിഞ്ഞിട്ട് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എടുത്തു. അപ്പം ക്ലാസ്സിലുള്ള 10 പേരിൽ 8 പേരും ഒരു സ്പെസിഫിക് ക്വസ്റ്റ്യന് റോങ് ആൻസർ കൊടുത്തു, അല്ലെങ്കിൽ ആ ആൻസർ എഴുതിയില്ല.
അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ ഒരു സ്പെസിഫിക് കോൺസെപ്റ്റ് കുട്ടിക്ക് ക്ലിയർ അല്ല. അപ്പോൾ അതിന് റെമഡിയൽ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ റെമഡിയൽ പ്രൊസീജിയർ കൊടുക്കും. റെമഡിയൽ ടീച്ചിങ് കൊടുക്കുമ്പോൾ ആ സെയിം ടോപ്പിക്കിനെ തന്നെ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ടീച്ചർ മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കും. ഒന്നെങ്കിൽ ടീച്ചർ ഇപ്പം ഒരു സ്പെസിഫിക് സ്കില്ല് ഒരു സ്പെസിഫിക് സ്കിൽ ഇപ്പോൾ ഡ്രോയിങ് സ്കില്ലാണെങ്കിൽ പിന്നെയും വരപ്പിച്ച് കുട്ടികളെ കൊണ്ട് അത് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കും. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഡിഫിക്കൽട്ട് വേർഡ്സ് ആണ്, അത് ബൈ ഹാർട്ട് ചെയ്യാൻ കുട്ടികൾക്ക് പാടുണ്ടെങ്കിൽ എന്തെങ്കിലും നിമോണിക്സ് വെച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് റെമഡിയൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് കൺസ്ട്രക്ഷൻ ഓഫ് എ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഇതെന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഐദർ സ്റ്റാൻഡർഡൈസ്ഡ് ഓർ ടീച്ചർ മെയ്ഡ് ടെസ്റ്റ്. നമ്മൾ സ്റ്റാൻഡർഡൈസ്ഡ് ആൻഡ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്. ആൻഡ് ടീച്ചർ മെയ്ഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ക്യാൻ ബി മോർ എക്കണോമിക്കൽ ആൻഡ് മോർ ഇഫക്റ്റീവ്. ഇപ്പോൾ ടീച്ചറിന് തന്നെ ഇപ്പോൾ ഒരു സ്പെസിഫിക് ഒരു ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോൾ ടീച്ചർ തന്നെ നടത്തുന്ന ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണെങ്കിൽ ഇറ്റ് ബി മോർ ഇഫക്റ്റീവ് എന്നാണ് പറയണം. So these are the different steps in the preparation of diagnostic test. First is planning or purposeful planning. Then analysis of the learning material concerned, that is writing the items. After analyzing the learning material, അത് എഴുതുന്നു. ദെൻ അസംബ്ലിങ് ദ ടെസ്റ്റ്, ദറ്റ് ഈസ് ഇപ്പം സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിൽ ആ ടെസ്റ്റിനൊന്ന് അസംബിൾ ചെയ്യുന്നു. പ്രൊവൈഡിങ് ഡയറക്ഷൻസ് ആൻഡ് പ്രിപ്പയറിങ് സ്കോറിങ് കീ പ്രിപ്പറേഷൻ. കുറച്ച് ഡയറക്ഷൻസ് കൊടുക്കും ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ. ആ ഡയറക്ഷൻസ് ഓർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് കുറച്ച് കൊടുക്കും, അത് പറയാം. ദെൻ റിവ്യൂയിങ് ദ ടെസ്റ്റ്, ആ ടെസ്റ്റിനെ ഒന്നുകൂടി റിവ്യൂ ചെയ്യും. ദീസ് ആർ ദ മെയിൻ സ്റ്റെപ്സ്: പ്ലാനിങ് ഓർ പർപ്പസ്ഫുൾ പ്ലാനിങ്, analysis of the learning material concerned, writing of the test items, division of the items into small section, provision of clear instruction. ശിവരാജൻ സാറിൻ്റെ ടെക്സ്റ്റിൽ നല്ല സിമ്പിളായിട്ടുള്ളവരുടെ കൊടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് കിട്ടിയിട്ട് PPT-യിൽ ഇതുകൊണ്ട് ഇത് എഴുതിയതിന് തെറ്റൊന്നുമില്ല, ഇത് തന്നെയാണ് അതിലും പറഞ്ഞിട്ടുള്ളത്. പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ആ യൂണിറ്റിൻ്റെ ലേണിംഗ് മെറ്റീരിയൽ തറലി ടീച്ചർ അനലൈസ് ചെയ്യും. ഇറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു ലേണിംഗ് പോയിൻറ്റ്സ്. ആ ഒരു ലേണിംഗ് ഒരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആക്കി എടുക്കും. എടുത്തിട്ട് അതിൽ ഏതൊക്കെ ഏരിയയാണ് കവർ ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് എടുക്കും. എന്നിട്ട് ഇപ്പോൾ ടീച്ചറിന് തന്നെ തോന്നില്ല ഈ പോർഷനിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും എന്ന് തോന്നുന്നത് ലേണിംഗ് പോയിൻറ്റിന് അഡിക്വേറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ആ വീക്ക്നെസ് ഉണ്ട് എന്ന് തോന്നുന്ന ആ ഒരു പോർഷനിൽ കുറച്ച് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യനൊക്കെ ഇട്ട് ടീച്ചർ പ്ലാൻ ചെയ്യും. സെക്കൻഡ് വൺ ഈസ് റൈറ്റിംഗ് ഓഫ് ഐറ്റംസ്. അതിനു മുമ്പ് അനാലിസിസ് ഓഫ് ദ ലേണിംഗ് മെറ്റീരിയൽ കൺസേൺഡ്, അത് ഈ പ്ലാനിങ്ങിൽ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്. അനാലിസിസിൽ കണ്ടൻറ്റ് ആദ്യം ടീച്ചിങ് പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് കുട്ടിക്ക് പിന്നെ അതിന് ഓർഡർലി ആക്കി വയ്ക്കും. അനലൈസ് ചെയ്ത് ഇപ്പം പിന്നെ എന്താ പറയുക സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിലാക്കി വയ്ക്കുന്നു. റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് എന്ന് പറയുമ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ഐറ്റംസ് വരത്തക്ക രീതിയിൽ. റൈറ്റിംഗ് ഓഫ് ടെസ്റ്റ് ഐറ്റംസിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ നമ്മൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസ്. ബിക്കോസ് അവിടെ സബ്ജക്റ്റിവിറ്റിയോ ടീച്ചറിൻ്റെ ഒരു ഇൻ്റർഫിയറൻസോ ഒന്നും വരാതിരിക്കാൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ഐറ്റംസാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ടൈപ്പിൽ തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ്, പിന്നെ ഫില്ലപ്പ് ടൈപ്പ്, മാച്ച് ദ ഫോളോയിങ്, MCQ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ സാധാരണ ഇടുന്നത്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് ബ്ലൂ പ്രിൻ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യില്ല, വേറെ നമ്മളൊരു ക്വസ്റ്റ്യൻ മാത്രമേ പ്രിപ്പയർ ചെയ്യുള്ളൂ. പ്രൊവൈഡിങ് ഡയറക്ഷൻസ് അല്ലെങ്കിൽ ക്ലിയർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലാക്കണം അവരെന്തിനാണ് ഇത് എഴുതുന്നത്. അപ്പോൾ സം ഇൻസ്ട്രക്ഷൻസ് അതെ, ദാറ്റ് ഈസ് ഇത് നമ്മൾ പറയും ദിസ് ടെസ്റ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് യുവർ സക്സസ് ഓർ ഫെയിലിയർ ഇൻ ദ എക്സാമിനേഷൻ. ഇത് നിങ്ങളുടെ ഡിഫിക്കൽറ്റി അറിയാൻ വേണ്ടി മാത്രം നടത്തുന്ന ടെസ്റ്റാണ്. പിന്നെ ഈ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ ഒരു പ്രത്യേകത, ദർ ഇസ് നോ ടൈം ലിമിറ്റ് ഇല്ല, പക്ഷേ എത്രയും പിന്നെ ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ യു ഷുഡ് കംപ്ലീറ്റ് ഇറ്റ്. ദെൻ ആ സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കും, ആ സ്പേസിൽ നിങ്ങൾ ആൻസർ എഴുതി തന്നാൽ മതി.
ഓരോ ഐറ്റംസ് ആയിട്ട് നിങ്ങൾ സമയമെടുത്ത് ചെയ്താൽ മതി. നമുക്ക് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് യൂഷ്വലി സാധാരണ നമ്മൾ ഇടുന്ന അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, അതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് 2 മെയിൻ കാര്യങ്ങളാണുള്ളത്. ഒരെണ്ണം പിന്നെ ടൈം ലിമിറ്റ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിനില്ല. മറ്റേതിന് നമ്മൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റൊക്കെ എഴുതുമ്പോൾ സ്പെസിഫിക് ടൈം ലിമിറ്റ് ഉണ്ട്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിന് ദർ ഇസ് നോ ടൈം ലിമിറ്റ്. അതുപോലെ തന്നെ മാർക്സ് സ്കോർ ചെയ്യണത് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റിൽ, അല്ലേ? ഹൗ മച്ച് ദ സ്റ്റുഡൻറ്റ് ഹാസ് അച്ചീവ്ഡ് നോക്കുന്നതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ബട്ട് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ ഹൗ മച്ച് ദ സ്റ്റുഡൻറ്റ് ഹാസ് നോട്ട് അച്ചീവ്ഡ്. അപ്പോൾ മാർക്സ് അവിടെ ഒരു പ്രശ്നമേ അല്ല. അതാണ് ഡയറക്ഷൻസ് കൊടുക്കുന്നത്. പ്രിപ്പയറിങ് സ്കോറിംഗ് കീ എന്ന് പറയുമ്പോൾ ടീച്ചർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻ അല്ലേ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ആൻസർ, 2ൻ്റെ ആൻസർ എന്നും പറഞ്ഞിട്ട് സ്കോറിംഗ് കീ പ്രൊവൈഡ് ചെയ്യും. എന്നിട്ട് റിവ്യൂയിങ് ദ ടെസ്റ്റ് ബിഫോർ പ്രിൻറ്റിങ് ദ ടെസ്റ്റ്, അത് കെയർഫുള്ളി എഡിറ്റ് ചെയ്ത് അതൊന്നും കൂടിയൊക്കെ റിവ്യൂ ചെയ്ത് എറേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റുക എന്നുള്ളതാണ് റിവ്യൂയിങ് ദ ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്സ് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാം. ശിവരാജൻ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന കൺസ്ട്രക്ഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൽ പർപ്പസ്ഫുൾ പ്ലാനിങ്, അനാലിസിസ് ഓഫ് ദ So steps in constructing diagnostic test. There are 5 steps in the construction of a diagnostic test, and the first step is purposeful planning. Then purposeful planning it aims at identification of the learning material, that is which learning material is to be given as the test. അങ്ങനെയൊക്കെ ടീച്ചർ ചെക്ക് ചെയ്യുന്നു. ദെൻ പ്രോപ്പർ അനാലിസിസ് ഓഫ് ദ മെറ്റീരിയൽസ്, ആദ്യം ടീച്ചർ ഒരു വീക്ക്നെസ് വരാവുന്ന ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ properly as a plan ചെയ്യും. Then analysis of the learning material concerned. The content should be thoroughly analyzed. First it is analyzed into teaching points. Then each teaching point may include a number of stages, that is it should be arranged in a sequential order of difficulty. ലോജിക്കൽ സീക്വൻസിൽ ആദ്യം തന്നെ ആ കോണ്ടൻറ്റിനെ അറേഞ്ച് ചെയ്യും. ചിലപ്പം ടെക്സ്റ്റ് ബുക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നും അല്ല ഇത് പിന്നെയല്ലേ വരാൻ, അപ്പോൾ ആദ്യം ഈ ടോപ്പിക്ക് വന്നിട്ട് വേണ്ട ഇത് വരാനെന്നൊക്കെ തോന്നും. അപ്പോൾ അതുപോലെ ആ സീക്വൻഷ്യൽ ഓർഡറിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ ദ ടീച്ചർ അനലൈസസ് ദ ലേണിംഗ് മെറ്റീരിയൽ കൺസേൺഡ് ഓൺ ദ ബേസിസ് ഓഫ് എ സീക്വൻഷ്യൽ ഓർഡർ. Then in the third step, writing the test items, the teacher writes the test item representing all the minute steps arising out of analysis. That is she arranges the items in a sequence, a difficulty level എന്നുള്ള സീക്വൻസിൽ. ഇപ്പം സിമ്പിൾ ടു കോംപ്ലക്സ് എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ആ ഒരു സീക്വൻസിൽ ദ ടീച്ചർ റൈറ്റ്സ് ദ ഐറ്റംസ് എല്ലാം എഴുതി വയ്ക്കുന്നു. ദെൻ ഡിവിഷൻ ഓഫ് ഐറ്റംസ് ഇൻ ടു സ്മോൾ സെക്ഷൻസ്. അപ്പം I have already mentioned that diagnostic test we usually go for objective type test. അപ്പോൾ objective type test are of different types. അപ്പം അതിനെ പിന്നെയും അറേഞ്ച് ചെയ്യുന്നു, ഐറ്റംസിൻ്റെ സ്മോൾ യൂണിറ്റ്സ് ആക്കുന്നു. ദാറ്റ് ഈസ് different sections ആക്കുന്നു. In the sense fill up multiple choice question, then match the following, say true or false എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള different types of multiple choice different types of objective type questions are included. അങ്ങനെ items are divided into small sections or units. Then provision of clear instruction, very clear instruction to be should be given to the students. That is instructions such as the test has nothing to do with your success or failure, your marks doesn't matter, and time is also not a factor for this type of test. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ എന്താണ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ഈ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ടൈം ഈസ് ഓൾസോ നോട്ട് എ ഫാക്ടർ ആൻഡ് ഓൾസോ ദ മാർക്സ് നോക്കില്ല. ബിക്കോസ് മാർക്സിൽ കാര്യമില്ല അല്ലേ, എത്രത്തോളം കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് നോക്കുന്നത്. അപ്പം ഏത് പാർട്ടാണ് ഡിഫിക്കൽട്ട് എന്നാണ് നോക്കുന്നത്. അതുകൊണ്ട് മാർക്സും ടൈമും ഒരു ഫാക്ടർ അല്ലെന്നാണ് പറയുന്നത്. ബട്ട് യൂഷ്വലി വെൻ വി കണ്ടക്ട് ദ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഇൻ അവർ സ്കൂൾസ് നമ്മൾ ടൈം ഫാക്ടർ നോക്കും. The next one is analysis of the test results. That is on the basis of the result we analyze the test result. That is usually this may be done with
the help of a diagnostic chart. ഈ ഡയഗ്നോസ്റ്റിക് ചാർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ബിഗ് ചാർട്ട്. ആ ചാർട്ടിൽ if there are 20 students, the name of students will be written, and each student score for all the, if there are 15 questions, all the 15 questions score അല്ലെങ്കിൽ for first question whether the student has written it correctly or wrong, or whether the student has omitted it, അല്ലെങ്കിൽ അത് എഴുതിയില്ലയോ. അപ്പോൾ എഴുതിയില്ലെന്നുണ്ടെങ്കിൽ 0 ഇടും, റൈറ്റ് ആണെങ്കിൽ ടിക്ക് മാർക്ക്, റോങ് ആണെങ്കിൽ ഇൻറ്റു മാർക്ക്. അപ്പോൾ അങ്ങനെ ഒരു ക്ലാസ്സിൽ 20 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ 20 സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പേഴ്സ് ആൻഡ് നെയിംസ് എഴുതും. ഒരു സൈഡിൽ എല്ലാ ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഫസ്റ്റ് റോൾ നമ്പർ 1 എഴുതിയിട്ടുള്ള 20 ക്വസ്റ്റ്യൻസ്, വലിയൊരു ചാർട്ടായിരിക്കും. അപ്പോൾ 20 കുട്ടികളുടെ പേര് കാണും, 20 കുട്ടികളുടെ 20 ക്വസ്റ്റ്യൻ്റെയും സ്റ്റേറ്റസ്, ദാറ്റ് ഈസ് ടിക്കാണോ റോങ് ആണോ 0 ആണോ എന്നുള്ളത് നോക്കും. അപ്പം നോക്കിക്കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ ടീച്ചർ ക്യാൻ ഇൻ്റർപ്രറ്റ് വിച്ച് പാർട്ട് ഓഫ് ദ ഏരിയ ദ സ്റ്റുഡൻറ്റ് ഫൈൻഡ് ഡിഫിക്കൽട്ട്. ദാറ്റ് ഈസ് ടീച്ചറിനെ നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു കുറച്ച് സെഷൻ, ഇപ്പോൾ 5 to 7 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മിക്ക കുട്ടികളും റോങ് ആൻസറാണ്, അല്ലെങ്കിൽ മിക്ക കുട്ടികളും അത് വിട്ടിരിക്കുകയാണ്. അപ്പം ദ ടീച്ചർ ക്യാൻ ഫൈൻഡ് ഔട്ട് ദാറ്റ് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയാണ് കൂടുതൽ വീക്ക്നെസ്, അല്ലെങ്കിൽ ദർ ഈസ് എ ഗ്യാപ്പ് ഇൻ ദാറ്റ് ഏരിയ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ദാറ്റ് ഈസ് അനാലിസിസ് ഓഫ് ദ ടെസ്റ്റ് റിസൾട്ട്സ് യൂസിങ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ദെൻ റെമഡിയൽ ഇൻസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് ഫോളോസ് immediately after diagnostic testing and analysis of the result. The teacher has to plan strategies for remedial teaching on the basis of the nature of difficulty. അപ്പോൾ ഇപ്പം ഡ്രോയിങ്, ഒരു പിക്ചർ ഡ്രോ ചെയ്ത് അതിനെ ലേബിൾ ചെയ്തപ്പോഴാണ് ഒരുപാട് മിസ്റ്റേക്ക് വന്നെങ്കിൽ അത് ലേബിൾ ചെയ്ത് കുറച്ചും കൂടി നല്ല രീതിയിൽ കുട്ടികളെ പിന്നെയും പിക്ചേഴ്സ് വരച്ച് ഡ്രോ ചെയ്യിപ്പിച്ച് പിന്നെയും ഡ്രില്ല് കൊടുക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു, അല്ലെങ്കിൽ പിന്നെ അടുത്തത് വേറൊരു എക്സ്പെരിമെൻറ്റിലാണ് കുട്ടിക്ക് ഡിഫിക്കൽറ്റി വന്നെങ്കിൽ ആ എക്സ്പെരിമെൻറ്റിൽ ടീച്ചർ ക്യാൻ ഡെമോൺസ്ട്രേറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പം ടീച്ചർ യൂസസ് സെവറൽ അതർ ടീച്ചിങ് സ്ട്രാറ്റജീസ് ഓർ ടെക്നിക്സ് ഫോർ റീഇൻഫോഴ്സിങ് ദ സ്റ്റുഡൻസ്, അല്ലെങ്കിൽ ഫോർ മേക്കിംഗ് ദ ലേണിംഗ് മെറ്റീരിയൽ മോർ ഈസിയർ. അതിനാണ് നമ്മൾ റെമഡിയൽ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സൂൺ ആഫ്റ്റർ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് റെമഡിയൽ ഇൻസ്ട്രക്ഷൻ ഈസ് കണ്ടക്റ്റഡ്. അപ്പോൾ ഈ ലേണിംഗ്, ദ നേച്ചർ ഓഫ് ദ ലേണിംഗ് ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഏത് ടൈപ്പ് വേണമെങ്കിലും ആവാം. ചിലപ്പം ഡ്രില്ല് ചെയ്യാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പം കുട്ടിയുടെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്കില്ല് ലാക്ക് ചെയ്യുന്നതുകൊണ്ടായിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫിക്കൽറ്റീസ് കണ്ടുപിടിച്ചിട്ട് അതിനെ സപ്ലിമെൻറ്റ് ചെയ്യാൻ, അതിനെ ഇല്ലാതാക്കാൻ, ആ ഒരു ഡിഫിക്കൽറ്റി ഇല്ലാതാക്കാൻ വേറൊരു ന്യൂ ടെക്നിക്ക് ടീച്ചർ അഡോപ്റ്റ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ് റെമഡിയൽ ഇൻസ്ട്രക്ഷൻ. So by the success in remedial classes, the students become cooperative and the students will become self-confident, and they can understand the topic more. Pinna the achievement test they can score, they can remove their difficult or weakness, or they can fill the gap in their difficult area and they can succeed. That is the purpose of remedial instruction. So these are the steps in constructing diagnostic test. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ നമുക്ക് സ്പെസിഫിക് യൂണിറ്റ് ഓർ ഐറ്റത്തിൻ്റെ സ്കിൽ, മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസിൻ്റെ വി ക്യാൻ ലൊക്കേറ്റ് ദ ഡെഫിഷ്യൻ്റ് ഏരിയ ഓഫ് മെജോറിറ്റി ഓഫ് ദ സ്റ്റുഡൻസ്. പിന്നെ രണ്ടാമത്തെ പോയിൻ്റ് ആണെന്ന് വെച്ചാൽ വി ക്യാൻ ലൊക്കേറ്റ് ആൻഡ് ദെയർ ബൈ സ്പെസിഫിക് എംഫസിസ് ക്യാൻ ബി ഗിവൺ, ആൻഡ് ഓൾസോ ദ കോസസ് ഫോർ ദ ഡിഫിക്കൽറ്റി ഇൻ സർട്ടൺ ഐറ്റംസ്. എന്തുകൊണ്ട് ഡിഫിക്കൽട്ട് ആയി എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വൽ വീക്ക്നെസ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട്. ദെൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് മേ ബി യൂസ്ഡ് ഫോർ പ്രോഗ്നോസിസ് എന്ന് പറഞ്ഞാൽ വി ക്യാൻ പ്രഡിക്റ്റ് ദ പോസിബിൾ ഔട്ട്കം. ദാറ്റ് ഈസ് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആ ഡയഗ്നോസിസ് നടത്തി കഴിഞ്ഞാൽ ഈ കുട്ടി ഇങ്ങനെ പഠിപ്പിച്ചാൽ കുട്ടിക്ക് നല്ലോണം പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ കുട്ടി ഏത് ടൈപ്പ് ഓഫ് ലേണറാണ് എന്നൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. It can be diagnostic test can be made on the basis of individualized instruction. അതുപോലെ ഡിഫറൻഷിയേറ്റഡ് ടീച്ചിങ് മെത്തേഡ്സ്, എബിലിറ്റി ഗ്രൂപ്പിംഗ് അല്ലേ. പിന്നെ എബിലിറ്റി ഗ്രൂപ്പിംഗ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഗിഫ്റ്റഡിൻ്റെ കൂടെ കുറച്ച് സ്ലോ ലേണറിനെ ഇടും, അല്ലെങ്കിൽ ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ എല്ലാം ഒരുമിച്ച് ഗ്രൂപ്പ് ചെയ്യും. അങ്ങനെയുള്ള എബിലിറ്റി ഗ്രൂപ്പിംഗ് ഒക്കെ നടത്തും. ഇൻഡിവിജ്വൽ ഡ്രില്ല് കൊടുക്കാം, ഡിഫറൻഷിയേറ്റഡ് അസൈൻമെൻറ്റ്സ് എല്ലാം നമുക്ക് ഈ ഡയഗ്നോസിസിൻ്റെ റിസൾട്ട് കണ്ടിട്ട് നമുക്ക് നടത്താം. അതിനെയൊക്കെ നമ്മൾ റെമഡിയൽ ടീച്ചിങ് എന്ന് പറയും. Diagnostic test measures real understanding, superficial mastery of the subject area. എത്രത്തോളം മാസ്റ്ററി നടത്തി എന്നല്ല, റിയൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഡിഫിക്കൽറ്റി ഓഫ് ദ സബ്ജക്റ്റ് ഏരിയ അത് മനസ്സിലാക്കാൻ പറ്റും.
Once it can assist the students in finding out one's weakness, and so they can be corrected with maximum ease and economy. Maximum ease അത് കറക്റ്റ് ചെയ്യാനും ടീച്ചേഴ്സിനെ കൊണ്ട് പറ്റും. ദെൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ക്യാൻ ഇൻഡിക്കേറ്റ് ദി ഇഫക്റ്റീവ്നെസ്. ഒരു സ്പെസിഫിക് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് നടത്തിയെങ്കിൽ അതിൻ്റെ ഇഫക്റ്റീവ്നെസ് കണ്ടുപിടിക്കാൻ പറ്റും. വീക്ക്നെസ് ആൻഡ് സെൽഫ് ഡിസ്കവറി, സ്റ്റുഡൻസിന് സ്വന്തമായിട്ട് ഒരു സെൽഫ് അപ്രൈസൽ പോലെ അതിൻ്റെ റിസൾട്ട് കൊണ്ട് അറിയാൻ പറ്റും. ഫീഡ്ബാക്ക് ടു ദ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ദെൻ ഹെൽപ്സ് ഇൻ ക്ലാസിഫിക്കേഷൻ. സ്റ്റുഡൻസിനെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാനും പറ്റും. സോ ദീസ് ആർ ദ മെയിൻ എന്താണ് ഫങ്ഷൻസ് ഓഫ് യൂസസ് ഓഫ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ യൂസസ്. ദെൻ കൺക്ലൂഷൻ, ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്റ്റുഡൻസ് ഇഫക്റ്റീവ്നെസ് എല്ലാം അറിയാൻ പറ്റും. ഇൻസ്ട്രക്ഷണൽ ഇഫക്റ്റീവ്നെസ്, so what you are supposed to do is find out the steps which is written in Shivarajan sir's textbook. അത് ആർക്കെങ്കിലും ശിവരാജൻ ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് ഇൻ മോഡേൺ എഡ്യൂക്കേഷണൽ പ്രാക്ടീസ് ഡോക്ടർ കെ ശിവരാജൻ്റെ ബുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ്. അതർവൈസ് I will take the photocopy from that text and I will give the steps along with this വീഡിയോ. ഓക്കെ, അപ്പോൾ ആ സ്റ്റെപ്സാണ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് കൺസ്ട്രക്ഷൻ ചിലപ്പോൾ എസ്സേ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ you have to write down all these. That is, what is diagnostic test, what is its purpose, what is the function of diagnostic test, what are the steps in the diagnostic test എന്നുള്ളത്, or what are the uses of diagnostic test, ഇതെല്ലാം നമ്മൾ എഴുതണം. So that's all.